കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്നു. എന്നാൽ ഇരു മുന്നണികളും ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകളെ തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഈ എക്സിറ്റ് പോൾ റിസൾട്ടുകളെ കണ്ട് UDF ക്യാമ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്: എക്സിറ്റ് പോൾ റിസൾട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ ഒരു UDF തരംഗമുണ്ടായിക്കഴിഞ്ഞാൽ 100-ൽ കൂടുതൽ സീറ്റ് UDFന് ലഭിക്കും എന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. എന്നാൽ ഇടതുപക്ഷം പറയുന്നത് അങ്ങനെയല്ല. ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള സീറ്റുകൾ LDFന് ലഭിക്കുമെന്നാണ് ഇടതുപക്ഷ ക്യാമ്പ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ കറക്റ്റ് ആകാത്തത്? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കേരളത്തിൽ ആകെ 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഒരു നിയമസഭാ മണ്ഡലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏകദേശം 2 ലക്ഷത്തിനടുത്തുള്ള വോട്ടർമാരാണുള്ളത്. ഓരോ മണ്ഡലങ്ങളിലും ഏത് സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ എക്സിറ്റ് പോളുകൾ ചെയ്യുന്ന ഏജൻസികൾ അവിടെ യൂസ് ചെയ്യുന്നത് 500 മുതൽ 1000 പേരടങ്ങുന്ന ഒരു സാമ്പിൾ സൈസിനെയാണ്. ആ സാമ്പിൾ സൈസിനെ അവർ വിളിക്കുന്ന പേര് സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ സൈസ് എന്നാണ്. എന്താണ് ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ സൈസ്? ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആകെ എത്ര വോട്ടർമാരുണ്ട്, അതിൽ എത്ര ശതമാനമാണ് യുവജനങ്ങൾ, അതിൽ എത്ര ശതമാനമാണ് സ്ത്രീകൾ, അതിൽ എത്ര ശതമാനമാണ് മുതിർന്നവർ എന്നുള്ളതെല്ലാം മനസ്സിലാക്കി ഇവർ സെലക്ട് ചെയ്യുന്ന അതേ സാമ്പിൾ സൈസിൽ അതേ ശതമാനത്തിലുള്ള യുവാക്കളെയും സ്ത്രീകളെയും മുതിർന്നവരെയും ഉൾപ്പെടുത്തുന്ന ഒരു സാമ്പിളിങ്ങിനെയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. എന്നാൽ 2 ലക്ഷത്തിനടുത്ത് വരുന്ന എല്ലാ വോട്ടർമാരുടെ അതേ അഭിപ്രായം ഈ സാമ്പിൾ സൈസിൽ നിന്നും ലഭിക്കുക എന്നുള്ളത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇവർ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇവർക്ക് വിശ്വസിക്കാനും സാധിക്കത്തില്ല. ഈ ഒറ്റ കാരണം ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ശതമാനം എക്സിറ്റ് പോൾ സർവേകളും തെറ്റായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, കേരളത്തിൽ 2 മുന്നണികളല്ല മത്സരിക്കുന്നത്, 3 മുന്നണികളാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ മുന്നണി ശക്തി തെളിയിക്കാൻ വേണ്ടി അവിടെ മത്സരിക്കുമ്പോൾ മറ്റ് 2 മുന്നണികളുടെയും ജയപരാജയങ്ങളെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ എക്സിറ്റ് പോളുകൾക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കാരണങ്ങളുള്ളത് കൊണ്ടാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.